പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ജിനുകാത്ത എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ്. നമ്മൾക്കറിയാം, ലെഡ്ജർ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന അക്കൗണ്ട് തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ലെഡ്ജർ അക്കൗണ്ടുകൾ വയ്ക്കുന്ന അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന അക്കൗണ്ട് തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ജിനുകാത്തയിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നത് അക്കൗണ്ട് ഗ്രൂപ്പുകൾക്ക് കീഴിലാണ്. കൃത്യമായ തലക്കെട്ടുകൾക്ക് കീഴിലായിരിക്കണം അക്കൗണ്ടുകൾ രൂപീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാമാണ് അക്കൗണ്ട് തലക്കെട്ടുകളെന്നും അവയ്ക്ക് കീഴിൽ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ ഏതെല്ലാമാണ് എന്നും നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് അക്കൗണ്ട് ഗ്രൂപ്പ്? Account groups are account heads under which ledger accounts are placed. Account groups are account heads under which ledger accounts are placed. ലെഡ്ജർ അക്കൗണ്ടുകൾ വയ്ക്കുന്ന അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന അക്കൗണ്ട് തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ. Account groups are account heads under which ledger accounts are placed. ലെഡ്ജർ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ വയ്ക്കുന്ന അക്കൗണ്ട് തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പ്സ്. ജിനുകാത്ത ഹാസ് പ്രീ ഡിറ്റർമിൻഡ് ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്. ജിനുകാത്തയ്ക്ക് മുൻകൂട്ടി നിർമ്മിച്ചിട്ടുള്ള ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും ഉണ്ട്. ജിനുകാത്ത എന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കപ്പെട്ട അക്കൗണ്ട് തലക്കെട്ടുകളുണ്ട്. ഈ തലക്കെട്ടുകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന അക്കൗണ്ട് തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ലെഡ്ജർ അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന അക്കൗണ്ട് തലക്കെട്ടുകളാണ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ. മുൻകൂട്ടി നിശ്ചയിച്ച ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ജിനുകാത്തയിലുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ക്രിയേറ്റ് അക്കൗണ്ട് വിൻഡോ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഗ്രൂപ്പ് നെയിം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തലക്കെട്ടുകളുടെ പേരുകൾ എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഡൗൺ ഫേസിംഗ് ആരോ ക്ലിക്ക് ചെയ്താൽ ജിനുകാത്ത നേരത്തെ തയ്യാറാക്കിയ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ്, അക്കൗണ്ട് ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് നമ്മൾക്ക് ലഭിക്കും. ജിനുകാത്ത നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ക്യാപിറ്റൽ, കറൻറ്റ് അസറ്റ്സ്, കറൻറ്റ് ലയബിലിറ്റീസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് ഇൻകംസ്, ഫിക്സഡ് അസറ്റ്സ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇൻവെൻ്ററീസ്, ലോൺസ് അസറ്റ്സ്, ലോൺസ് ലയബിലിറ്റി, മിസലേനിയസ് എക്സ്പെൻസസ് അസറ്റ്സ്, റിസർവ്. ഇങ്ങനെ 13 അക്കൗണ്ട് തലക്കെട്ടുകളാണ് ജിനുകാത്തയിലുള്ളത്. 13 അക്കൗണ്ട് തലക്കെട്ടുകളാണ്, അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ജിനുകാത്തയിലുള്ളത്. ഈ 13 അക്കൗണ്ട് തലക്കെട്ടുകൾക്ക് കീഴിലാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ 13 തലക്കെട്ടുകളിൽ ഏതെങ്കിലും ഒന്നിന് കീഴിലായിരിക്കും. അതുകൊണ്ട് ഓരോ തലക്കെട്ടും വിശദമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവയ്ക്കുള്ള ഉപഗ്രൂപ്പുകൾ ഏതെല്ലാമാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ ഗ്രൂപ്പിനും ഉപഗ്രൂപ്പിനും കീഴിൽ ഉണ്ടാക്കുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അവയ്ക്ക് കീഴിൽ ഉണ്ടാക്കുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ആദ്യമായി നോക്കുന്നത്.
Account groups in Jinukata can be classified into two. ജിനുക്കാത്തയിലുള്ള അക്കൗണ്ട് ഗ്രൂപ്പുകളെ നമ്മൾക്ക് രണ്ടായി തരംതിരിക്കാം. 13 അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ജിനുക്കാത്തയിലുള്ളത്. ആ 13 അക്കൗണ്ട് ഗ്രൂപ്പുകളെ പഠിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ അക്കൗണ്ട് ഗ്രൂപ്പുകളെന്നും. രണ്ട്, അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. അക്കൗണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ഇങ്ങനെ രണ്ടായി ജിനുക്കാത്തയിലുള്ള അക്കൗണ്ട് ഗ്രൂപ്പുകളെ രണ്ടായി തരംതിരിക്കാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഗ്രൂപ്പ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഗ്രൂപ്പാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4 അക്കൗണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. ജിനുക്കാത്ത തയ്യാറാക്കിയ 13 അക്കൗണ്ട് ഗ്രൂപ്പുകളിൽ 4 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്നതാണ്. ആ ഗ്രൂപ്പുകൾ ഇവയാണ്: ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ വരുമാനങ്ങളും ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ വരുമാനങ്ങളും ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. ഇവയ്ക്ക് ഉപഗ്രൂപ്പുകളില്ല. ഇതിന് ഉപഗ്രൂപ്പുകളില്ല. പ്രധാനമായും ഈ ഗ്രൂപ്പിന് കീഴിൽ 2 അക്കൗണ്ടുകൾ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, സെയിൽസ് അക്കൗണ്ട്. 2, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടും പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടുമാണ് ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ. ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ: 1, സെയിൽസ് അക്കൗണ്ട്, 2, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഇൻഡയറക്റ്റ് ഇൻകം രണ്ടാമത്തത്. ഇൻഡയറക്റ്റ് ഇൻകം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ വരുമാനങ്ങളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ വരുമാനങ്ങളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല, ഇവയ്ക്ക് സബ് ഗ്രൂപ്പില്ല. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ ഏതെല്ലാം? ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതെല്ലാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ട ഇനങ്ങളെല്ലാം ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. ബാഡ് അപ്റ്റ് റിസീവ്ഡ്, എഴുതിത്തള്ളിയ ബാഡ് അപ്റ്റ് തിരികെ കിട്ടുമ്പോൾ അതിനെയാണ് നമ്മൾ ബാഡ് അപ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത്. കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ്, റെൻ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വരുമാനങ്ങളാണ്. എല്ലാ വരുമാനങ്ങളും, സെയിൽസ് ഒഴികെയുള്ള എല്ലാ വരുമാനങ്ങളും ഇൻഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിന് കീഴിലാണ് ഉണ്ടാക്കേണ്ടത്. വിൽപ്പന ഒഴികെയുള്ള എല്ലാ വരുമാനങ്ങളും ഇൻഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിന് കീഴിലാണ് ഉണ്ടാക്കേണ്ടത്. 3, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇത് ഒരു മെയിൻ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന് കീഴിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ ചെലവുകളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ ചെലവുകളുമാണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഇതിന് ഉപഗ്രൂപ്പില്ല. ഈ ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതെല്ലാമാണ്?
ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകളാണ് പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, വേജ് അക്കൗണ്ട്, carriage inward, coal, gas and water of factory expenses, freight, import duty, octroi, factory expenses, etc. അതായത് പർച്ചേസ് അക്കൗണ്ടും സെയിൽസ് റിട്ടേൺ അക്കൗണ്ടും ഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ് ഇവയ്ക്ക് കീഴിൽ എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ടും സെയിൽസ് റിട്ടേൺ അക്കൗണ്ടും ഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ് ഇവയ്ക്ക് കീഴിൽ എഴുതേണ്ടത്. എന്താ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്? സാധനങ്ങളുടെ വാങ്ങലും അതുപോലെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇനങ്ങളാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുക. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഇനങ്ങളെല്ലാം തന്നെ നമ്മൾ വയ്ക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിന് കീഴിലാണ്. അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ ചെലവുകളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ രേഖപ്പെടുത്തുന്നത്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന എല്ലാ ചെലവുകളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട മുഴുവൻ ഇനങ്ങളും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന തലക്കെട്ടിന് കീഴിലാണ് നമ്മൾ എഴുതുന്നത്. ഓഫീസ് എക്സ്പെൻസ്, സാലറി, റെന്റ്, ഇൻഷുറൻസ്, ഓഡിറ്റ് ഫീ, ഇലക്ട്രിസിറ്റി, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, ടെലഫോൺ ചാർജസ്, കമ്മീഷൻ അലൗഡ്, ഡിസ്കൗണ്ട് അലൗഡ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലീഗൽ എക്സ്പെൻസസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മുതലായവ ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കുന്ന ലെഡ്ജർ അക്കൗണ്ടുകളാണ്. പ്രധാനമായും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4 അക്കൗണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ്. 13 അക്കൗണ്ട് ഗ്രൂപ്പുകളിൽ 9 ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെടുന്നതാണ്. 4 മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 4 ഗ്രൂപ്പുകളെ പറ്റി നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ. അതിൽ ആദ്യത്തേത് ക്യാപിറ്റൽ ഓർ കോർപ്പസ്. ക്യാപിറ്റൽ ഇത് ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട അക്കൗണ്ടുകൾ ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, കൂടാതെ ഡ്രോയിങ്സ് അക്കൗണ്ട്. ക്യാപിറ്റൽ എന്ന ഈ അക്കൗണ്ട് ഗ്രൂപ്പിന് കീഴിലാണ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടും ഡ്രോയിങ്സ് അക്കൗണ്ടും ഉണ്ടാക്കുന്നത്. ക്യാപിറ്റൽ കോർപ്പസ് ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. അടുത്തത് കറണ്ട് അസറ്റ്സ്. എല്ലാ കറണ്ട് അസറ്റുകളും അല്ലെങ്കിൽ എല്ലാ ഹ്രസ്വകാല ആസ്തികളും ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. എല്ലാ കറണ്ട് അസറ്റുകളും അല്ലെങ്കിൽ എല്ലാ ഹ്രസ്വകാല ആസ്തികളും ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. എന്താണ് ഹ്രസ്വകാല ആസ്തികൾ എന്ന് പറഞ്ഞാൽ? ഹ്രസ്വകാലയളവിലേക്ക് സ്വന്തമാക്കിയ ആസ്തികളാണ് കറണ്ട് അസറ്റ്സ്. ഇവയ്ക്ക് 5 ഉപഗ്രൂപ്പുകളുണ്ട്. കറണ്ട് അസറ്റിന് 5 ഉപഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ബാങ്ക്. ഒന്നാമത്തത് ബാങ്ക്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഈ ഗ്രൂപ്പിന് കീഴിലാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കറണ്ട് അസറ്റിന് കീഴിലുള്ള ബാങ്ക് എന്ന ഉപഗ്രൂപ്പിന് കീഴിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 2 ക്യാഷിന് കീഴിൽ ഉണ്ടാക്കേണ്ട അക്കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് അക്കൗണ്ട് ഇവയാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട്. ഇൻവെൻ്ററി മൂന്നാമത്തത്. കറണ്ട് അസറ്റിൻ്റെ മൂന്നാമത്തെ ഉപഗ്രൂപ്പാണ് ഇൻവെൻ്ററി. ഇൻവെൻ്ററി എന്ന ഈ ഉപഗ്രൂപ്പിന് കീഴിൽ വരുന്ന 2
ലെഡ്ജർ അക്കൗണ്ടുകൾ, ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്കും സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്ങുമാണ്. ഇവ രണ്ടും സിസ്റ്റം ക്രിയേറ്റഡ് ലെഡ്ജർ അക്കൗണ്ടാണ്. സിസ്റ്റം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ലെഡ്ജർ അക്കൗണ്ടുകളാണ്. അതുകൊണ്ട് ഇവ രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ഇൻവെൻട്രി എന്ന ഉപഗ്രൂപ്പിന് കീഴിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്ങുമാണ്. അടുത്തത് നാലാമത്തത് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കമ്പനി നൽകിയ എല്ലാ അഡ്വാൻസുകളും ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് നൽകിയ എല്ലാ ഹ്രസ്വകാല അഡ്വാൻസുകളും ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. അതിന് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ ഷോർട്ട് ടേം ലോൺ, അഡ്വാൻസ് ഗിവൺ ടു എംപ്ലോയീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത് മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏത് ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ് എന്ന ഗ്രൂപ്പിന് കീഴിലാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നത്. സൺട്രി ഡെപ്റ്റേഴ്സ് അഞ്ചാമതായി വരുന്ന ഉപഗ്രൂപ്പാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. എല്ലാ ഡെപ്റ്റേഴ്സും, ആരാ ഡെപ്റ്റർ? നമ്മൾക്ക് പണം തരാനുള്ള ആളുകളാണ് ഡെപ്റ്റേഴ്സ്. അതായത് പർച്ചേസറാണ്, നമ്മളിൽ നിന്നും സാധനങ്ങൾ കടമായി വാങ്ങുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ച് ഡെപ്റ്റേഴ്സ്. അങ്ങനെ കടത്തിന് സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ കടമായി സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെ നമുക്ക് ഡെപ്റ്റർ എന്ന് വിളിക്കാം. അവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സൺട്രി ഡെപ്റ്റർ എന്ന ഉപഗ്രൂപ്പിന് കീഴിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കറണ്ട് അസറ്റ്, എല്ലാ കറണ്ട് അസറ്റുകളും ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നു. ഇവയ്ക്ക് 5 ഉപഗ്രൂപ്പുകളുണ്ട്. 1 ബാങ്ക്, 2 ക്യാഷ്, 3 ഇൻവെൻട്രി, 4 ലോൺസ് ആൻഡ് അഡ്വാൻസസ്, 5 സൺട്രി ഡെപ്റ്റേഴ്സ്. കറണ്ട് ലയബിലിറ്റി നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ്. കറണ്ട് ലയബിലിറ്റി ഹ്രസ്വകാല ബാധ്യതകൾ. ഒരു വർഷത്തിനിടയിൽ നൽകേണ്ടതായ ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റി. ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ട ബാധ്യതകളാണ്. എല്ലാ കറണ്ട് ലയബിലിറ്റീസും ഈ ഗ്രൂപ്പിന് കീഴിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇവയ്ക്ക് 3 ഉപഗ്രൂപ്പുകളുണ്ട്. 1 പ്രൊവിഷൻ. എന്താണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? മുൻകൂട്ടി കണ്ട അത്യാഹിതങ്ങൾ നികത്തുന്നതിന് വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ. ഈ പ്രൊവിഷൻ എന്ന ഉപഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ട അക്കൗണ്ടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അക്കൗണ്ട് ഓഫ് PF, ESI, TDS dues, etc. Provision for bad debt, provision for income tax. അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്. ഈ ഉപഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുടെ അക്കൗണ്ടുകളാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ, ഇത്തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് കുടിശ്ശികയായ ചെലവുകളാണ് ഈ സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് എന്ന ഉപഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് ഈ ഉപഗ്രൂപ്പിന് കീഴിൽ എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും ഈ ഉപഗ്രൂപ്പിന് കീഴിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുടെ അക്കൗണ്ടുകൾ വെക്കേണ്ടത്. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസേഴ്സ്. എല്ലാ ക്രെഡിറ്റേഴ്സിനെയും വെക്കേണ്ടത് ഈ ഉപഗ്രൂപ്പിന് കീഴിലാണ്. ആരാണ് ക്രെഡിറ്റർ? നമ്മൾ പണം നൽകേണ്ടതായ ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ പണമോ സാധനമോ ആസ്തികളോ കടമായി വാങ്ങുന്നത് വഴി നമ്മൾ പണം നൽകുവാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സ് ആയിരിക്കും ക്രെഡിറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാ സപ്ലയേഴ്സിനെയും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെയും ഈ ഉപഗ്രൂപ്പിന് കീഴിലാണ് വെക്കേണ്ടത്. കറണ്ട് ലയബിലിറ്റി ഇവയ്ക്ക് 3 ഉപഗ്രൂപ്പുകളുണ്ട്. 1 പ്രൊവിഷൻ, 2 സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്, 3
സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്. ഈ ടേബിൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ ഏതാണ് എന്നുള്ളത് നോക്കുക. ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഗ്രൂപ്പാണ് ഫിക്സഡ് അസറ്റ്. എല്ലാ സ്ഥിര ആസ്തികളും ഈ അക്കൗണ്ട് ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. എന്താ ഫിക്സഡ് അസറ്റ്? ദൈർഘ്യമേറിയ കാലയളവിലേക്ക് വാങ്ങിയ ആസ്തികളാണ് ഫിക്സഡ് അസറ്റ്. ഇവയ്ക്ക് 4 ഉപഗ്രൂപ്പുകളുണ്ട്. ബിൽഡിംഗ്. ഈ ഉപഗ്രൂപ്പിന് കീഴിലാണ് ബിൽഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. ബിൽഡിംഗ് ഒന്നാമത്തെ ഉപഗ്രൂപ്പാണ് ബിൽഡിംഗ്. 2 ഫർണിച്ചർ. എല്ലാ ഫർണിച്ചർ അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫർണിച്ചർ എന്ന ഈ ഉപഗ്രൂപ്പിന് കീഴിലാണ്. ഫർണിച്ചർ എന്ന ഉപഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ടാണ്. ലാൻഡ്. ലാൻഡ് എന്ന ഉപഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് ലാൻഡ് അക്കൗണ്ട്. പ്ലാന്റ് ആൻഡ് മിഷനറി 4ാമത്തെ ഉപഗ്രൂപ്പ്. ഇവയ്ക്ക് കീഴിൽ 3 അക്കൗണ്ടുകൾ നമുക്ക് തയ്യാറാക്കാം. 1 മിഷനറി അക്കൗണ്ട്, 2 പ്ലാന്റ് അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട്. മിഷനറി അക്കൗണ്ട്, പ്ലാന്റ് അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട്. ഈ അക്കൗണ്ടുകൾ ഫിക്സഡ് അസറ്റിന് കീഴിലുള്ള പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന ഉപഗ്രൂപ്പിന് കീഴിലാണ് വെക്കേണ്ടത്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനം നടത്തിയ നിക്ഷേപത്തിൻ്റെ അക്കൗണ്ടുകളാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. സ്ഥാപനം നടത്തിയ നിക്ഷേപത്തിൻ്റെ അക്കൗണ്ടുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിന് 2 ഉപഗ്രൂപ്പുകളുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് എന്ന ഇവയ്ക്ക് 2 ഉപഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവയ്ക്ക് കീഴിൽ നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ 2ാമത്തെ ഉപഗ്രൂപ്പ്. ഇതിൽ 2 ലെഡ്ജർ അക്കൗണ്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ്. ഷെയറുകളിലുള്ള നിക്ഷേപവും ഡിബഞ്ചറുകളിലുള്ള നിക്ഷേപവും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചർ എന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ ഉപഗ്രൂപ്പിന് കീഴിൽ വെക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലോൺസ്. ലോൺസ് അസറ്റ്. ലോൺസ് അസറ്റ് സ്ഥാപനം നൽകിയ എല്ലാ ദീർഘകാല വായ്പകളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ വെക്കേണ്ടത്. സ്ഥാപനം നൽകിയ എല്ലാ ദീർഘകാല വായ്പകളുമാണ് ലോൺസ് അസറ്റ് എന്ന ഗ്രൂപ്പിന് കീഴിൽ വെക്കേണ്ടത്. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. അതിൽ ഉണ്ടാക്കേണ്ട ഈ ഗ്രൂപ്പിന് കീഴിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് ഓൾ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ബൈ ഓർഗനൈസേഷൻ. സ്ഥാപനം നൽകിയ എല്ലാ ദീർഘകാല വായ്പകളും അഡ്വാൻസുകളുമാണ്. അഡ്വാൻസുകളുടെയും അക്കൗണ്ടുകളാണ് ഇവയ്ക്ക് കീഴിൽ വെക്കേണ്ടത്. ഈ ഗ്രൂപ്പിന് കീഴിൽ വെക്കേണ്ടത് സ്ഥാപനം നൽകിയ എല്ലാ ദീർഘകാല വായ്പകളുടെയും അഡ്വാൻസുകളുടെയും അക്കൗണ്ടുകളാണ്. നെക്സ്റ്റ് ലോൺസ് ലയബിലിറ്റി. ലോൺസ് ലയബിലിറ്റി സ്ഥാപനം എടുത്ത എല്ലാ വായ്പകളുമാണ് ലോൺസ് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഇവയ്ക്ക് 2 ഉപഗ്രൂപ്പുകളുണ്ട്. സെക്വേർഡ്, അൺസെക്വേർഡ്. ഇങ്ങനെ 2 ഉപഗ്രൂപ്പുകളുണ്ട്. സെക്വേർഡ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്യൂരിറ്റി നൽകിക്കൊണ്ട് സ്ഥാപനം എടുത്ത വായ്പകളാണ് ഇവയ്ക്ക് കീഴിൽ വെക്കേണ്ടത്. സെക്യൂരിറ്റി നൽകിക്കൊണ്ട് സ്ഥാപനം എടുത്ത എല്ലാ വായ്പകളുമാണ് സെക്വേർഡ് എന്ന ഈ ഉപഗ്രൂപ്പിന് കീഴിൽ വെക്കേണ്ടത്. അതിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് 1 ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ. അതുപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ലോണും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈ അക്കൗണ്ടുകൾ വരുന്നത് ലോൺസ് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിലെ സെക്വേർഡ് എന്ന ഉപഗ്രൂപ്പിന് കീഴിലാണ്. അൺസെക്വേർഡ് ഒരു ഈടും നൽകാതെ, ഒരു സെക്യൂരിറ്റിയും നൽകാതെ സ്ഥാപനം എടുത്ത എല്ലാ വായ്പകളുമാണ് ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നത്. ഈട് നൽകാതെ സ്ഥാപനമെടുത്ത എല്ലാ വായ്പകളും ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നു. ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട അക്കൗണ്ടുകൾ 1 ലോൺസ് ഫ്രം പാർട്ട്നേഴ്സ്, പങ്കാളികളിൽ നിന്നുമുള്ള വായ്പ. ലോൺ ഫ്രം മാനേജർ,
ലോൺ ഫ്രം ഡയറക്ടേഴ്സ്, മാനേജറിൽ നിന്ന്, ഡയറക്ടർമാരിൽ നിന്ന്. ലോൺസ് ഫ്രം റിലേറ്റീവ്സ്, ബന്ധുക്കളിൽ നിന്നുള്ള ലോണ്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അൺസെക്യൂർഡ് ലോണാണ്. അൺസെക്യൂർഡ് ലോൺ. മിസലേനിയസ് എക്സ്പെൻസസ് അസെറ്റ്സ്. മിസലേനിയസ് എക്സ്പെൻസസ് അസെറ്റ്സ് എഴുതിത്തള്ളാത്ത പ്രാഥമിക ചെലവുകളും രൂപീകരണത്തിന് മുമ്പുള്ള ചെലവുകളുമാണ് ഇവയ്ക്ക് കീഴിൽ വരുന്നത്. എഴുതിത്തള്ളാത്ത പ്രാഥമിക ചെലവുകളും രൂപീകരണത്തിന് മുമ്പുള്ള ചെലവുകളുമാണ് ഇവയ്ക്ക് കീഴിൽ വരുന്നത്. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട ലെഡ്ജർ അക്കൗണ്ടുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് പ്രിലിമിനറി എക്സ്പെൻസ്, പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അവസാനത്തേത് റിസർവ്. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. എന്താണ് റിസർവ് എന്ന് പറഞ്ഞാൽ? മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത അത്യാഹിതങ്ങൾ നികത്തുന്നതിന് വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് റിസർവ്. എല്ലാത്തരം റിസർവും ഈ ഗ്രൂപ്പിന് കീഴിലാണ് വരുന്നത്. ഇവയ്ക്ക് ഉപഗ്രൂപ്പില്ല. ഇവയ്ക്ക് കീഴിൽ ഉണ്ടാക്കേണ്ട അക്കൗണ്ടുകളാണ് റിട്ടേൺഡ് ഏർണിങ്സ്, ജനറൽ റിസർവ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇങ്ങനെ 9 ഗ്രൂപ്പുകളാണ് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ജിനു കാത്ത ഹാസ് 29 predetermined groups and subgroups. Out of these, 13 are groups and 16 are subgroups. 25 predefined groups and subgroups are related with the balance sheets. Out of these, 4 are groups and 16 are subgroups. 4 groups are related with the profit and loss account or income and expenditure. മുൻകൂട്ടി നിശ്ചയിച്ച 29 ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ജിനു കാത്തയിലുണ്ട്. ഇതിൽ 13 ഗ്രൂപ്പുകളും 16 സബ് ഗ്രൂപ്പുകളുമാണ്. 25 മുൻ നിശ്ചയിച്ച ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ 9 ഗ്രൂപ്പുകളും 16 സബ് ഗ്രൂപ്പുകളുമാണ്. 4 ഗ്രൂപ്പുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.